നിങ്ങൾക്കറിയാമോ, ഒരു പുതിയ വിധത്തിലുള്ള കറൻസി അല്ലെങ്കിൽ പൈസ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഈ പൈസയ്ക്ക് വേണ്ടിയാണ് നമുക്ക് ചുറ്റുമുള്ള ധാരാളം ആളുകൾ ദിനവും ഓടിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ, സോഷ്യൽ മീഡിയ, രാഷ്ട്രീയക്കാർ എന്നിങ്ങനെ ആരുടെയൊക്കെ കയ്യിൽ ഈ കറൻസി അധികമുണ്ടോ അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. മാത്രമല്ല അവർക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കാനും സാധിക്കും. ഇതെല്ലാം കേട്ടിട്ട് അങ്ങനെ ഒരു കറൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. അതേത് കറൻസിയാണ് എന്നാകുമല്ലേ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്ന ചോദ്യം. എന്നാൽ കേട്ടോളൂ, ഫോക്കസ് എന്നാണ് അതിൻ്റെ പേര്. മലയാളത്തിൽ ശ്രദ്ധ എന്നും പറയാം. ഫോക്കസ് രണ്ട് തരത്തിലാണ് ഉപയോഗപ്പെടുന്നത്. ഒന്ന്, മറ്റുള്ളവരുടെ ഫോക്കസ് പിടിച്ചു പറ്റുന്നതിലൂടെ, അതായത് ഒരു മീഡിയ കമ്പനിക്കോ ന്യൂസ് ചാനലിനോ യൂട്യൂബ് വീഡിയോകൾക്കോ ഒക്കെ വരുമാനം ലഭിക്കുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ ഫോക്കസ് ധാരാളമായി ലഭിക്കുമ്പോഴാണ്. അവിടെ നമ്മൾ ഓരോരുത്തരും അവരെ എത്ര നേരം ശ്രദ്ധിക്കുന്നു എന്നത് അടിസ്ഥാനമാക്കിയാകും അവർക്ക് ലാഭം ലഭിക്കുന്നത്. അതേസമയം ഒരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതെങ്കിൽ നിങ്ങളുടെ വോട്ട് മൂലം അയാൾക്ക് ജയിക്കാൻ സാധിച്ചേക്കും. ചുരുക്കി പറഞ്ഞാൽ ഏത് ബിസിനസ് ആയാലും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിലൂടെ മാത്രമേ അതിന് വളരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇനി ഒരു ബിസിനസ് തുടങ്ങിയാലും മറ്റുള്ളവർ എത്രത്തോളം അതിലേക്ക് അവരുടെ ശ്രദ്ധ നൽകുന്നുവോ അതിനെ അടിസ്ഥാനമാക്കിയാകും നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തും. ഇനി രണ്ടാമതായി ഉള്ളത് നമ്മുടെ തന്നെ ഫോക്കസ് നമുക്ക് ഗുണകരമായ തരത്തിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കാര്യത്തിൽ നിന്നും ലഭിക്കുന്ന ഔട്ട്പുട്ട് ആ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ഫോക്കസ് കൊടുക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാകും ഇരിക്കുക. പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫോക്കസ് നേടിയെടുക്കണമെങ്കിലും നിങ്ങളുടെ ഫോക്കസ് കൃത്യമായി ലഭിക്കണമെങ്കിലും ഫോക്കസ് അറ്റൻഷൻ നന്നായി തന്നെ വേണം. ഇത് കൃത്യമായി ഇല്ല എന്നത് തന്നെയാണ് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും നേരിടുന്ന പ്രധാന പ്രശ്നവും. ഒരു കാര്യത്തിൽ കണ്ടിന്യൂസ് ആയി ഫോക്കസ് ചെയ്തിരിക്കാൻ കഴിയാത്തത് മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഫോക്കസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ കാര്യം ചെയ്തു തീർക്കാൻ സാധാരണയായി എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം അതിനായി ചിലവിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം പലപ്പോഴും നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരം എന്താണ്, ഇതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഫോക്കസിനെ കൃത്യമായി മാനേജ് ചെയ്യുക. അതിനി എങ്ങനെ ചെയ്യാമെന്നാകില്ലേ നിങ്ങൾ അടുത്തതായി ചിന്തിക്കുന്നത്? അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള പരിഹാരമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സമയം വെറുതെ വേസ്റ്റാക്കി കളയാതെ വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് നന്നായി കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് കണ്ടെത്തണം. അക്കോർഡിംഗ് ടു ദ ബുക്ക് ഓഫ് ഹൈപ്പർ ഫോക്കസ്, നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ 4 കാറ്റഗറി ആയിട്ട് വേർതിരിക്കാൻ സാധിക്കും. ഇതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനായി സ്ക്രീനിലുള്ള ക്വാഡ്രന്റിൽ നോക്കാം. നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ അൺപ്രൊഡക്റ്റീവായ ജോലികൾ ഉൾപ്പെടാം, പ്രൊഡക്റ്റീവായ ജോലികൾ കാണാം. അതുപോലെ നിങ്ങൾക്കധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത, നിങ്ങളെ ബോറടിപ്പിക്കുന്ന തരത്തിലുള്ള ജോലികൾ അഥവാ നോട്ട് അട്രാക്റ്റീവ് ജോലികൾ കാണാം. നാലാമതായി നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള അട്രാക്റ്റീവ് ജോലികളും ഉൾപ്പെടാം. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഡിസ്ട്രാക്റ്റിംഗ് ആക്ടിവിറ്റിയിലാകും. അട്രാക്റ്റീവും അൺപ്രൊഡക്റ്റീവുമായ ജോലികൾ ഉൾപ്പെടുന്നതാണ് ഡിസ്ട്രാക്റ്റിംഗ് ആക്ടിവിറ്റി. സോഷ്യൽ മീഡിയയിൽ ഒരു ഗുണവുമില്ലാതെ മണിക്കൂറുകളോളം സമയം പാഴാക്കി കളയുന്നതൊക്കെ ഇതിനൊരു ഉദാഹരണമായി പറയാം. അടുത്തതായി ഉള്ളത് അൺനെസസറി ആക്ടിവിറ്റി. ഇത് ഒരേ സമയം അൺപ്രൊഡക്റ്റീവും നോട്ട് അട്രാക്റ്റീവും ആകും. ഉദാഹരണത്തിന്, ചില ആളുകളോടൊത്ത് സമയം ചിലവാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരോടൊത്ത് സമയം ചിലവഴിക്കുകയും അവരുടെ കൂടെ നടക്കേണ്ടിയും വരും. എന്നാൽ ഇങ്ങനെ വെറുതെ സമയം പാഴാക്കി കളയാതെ ഈ സമയം നെസസറി ആൻഡ് മീനിങ് ആക്ടിവിറ്റികൾ ചെയ്യാനായി ഉപയോഗപ്പെടുത്തണം. ഇതിൽ കൂടുതൽ ഉപയോഗമുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റീവും അതേസമയം കുറച്ച് ബോറിംഗുമായ ആക്ടിവിറ്റികൾ ആകും നെസസറി ആക്ടിവിറ്റിയിൽ വരുന്നത്. വരവ് ചിലവ് കണക്കുകളൊക്കെ കൃത്യമായി കണക്ക് കൂട്ടി വയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞിട്ടും നമ്മളിൽ പലരും ആ പരിപാടി ബോറിംഗ് ആയതുകൊണ്ട് അത് ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറില്ലേ? ഇതൊക്കെ നെസസറി ആക്ടിവിറ്റിയുടെ ഉദാഹരണമാണ്. ഒരു മിനിറ്റ്, വീഡിയോയ്ക്ക് നടുവിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോക്കസ് കിട്ടാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഫോൺ അഡിക്ഷനോ മാസ്റ്റർബേഷൻ അഡിക്ഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പേരാണ് കേരള നോഫാപ്പ് കമ്മ്യൂണിറ്റി. ഇതിലേക്ക് നിങ്ങളെ എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത 90 ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള അഡിക്ഷൻസിലൊന്നും പോവാതിരിക്കാനുള്ള ഒരുപാട് നല്ല ക്ലാസ്സുകളും ലൈവ് സെഷൻസും അതുപോലെ
നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പേഴ്സണൽ മെന്ററെയും ലഭിക്കുന്നുണ്ടാവും. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുന്ന സമയത്തോ സംശയങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു മെന്ററെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്കായിട്ട് നോഫാപ്പിന്റെ ഗ്രൂപ്പ് കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കംപ്ലീറ്റ് പ്രൈവറ്റ് ആയിരിക്കും. സോ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് രജിസ്റ്റർ ചെയ്തേക്കുക. ഓക്കെ, ഇതെല്ലാം ഒരു സൈഡ്. പക്ഷെ ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് വേറെ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ആ ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഫില്ല് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളത് നമ്മളുടെ ഭാഗത്തു നിന്ന് തരുന്നതായിരിക്കും. നമ്മൾ 60 days of challenge mindset building എന്ന് പറഞ്ഞിട്ട് 60 ദിവസം കൊണ്ട് നല്ലൊരു ചലഞ്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രോഗ്രാമും അതോടൊപ്പം തന്നെ പേഴ്സണലി നല്ല ഒരു സൈക്കോളജിയുടെ കാര്യത്തിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള അത്രയും നല്ല മെന്റേഴ്സിനെ പേഴ്സണൽ മെന്ററാക്കി നൽകിക്കൊണ്ടുള്ള ഫാസ്റ്റ് റീബൂട്ട് എന്നുള്ള പ്രോഗ്രാമും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്തേക്കുക. നമ്മളുടെ ടീമിൽ നിന്ന് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറയും. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പിൻ കമന്റ്. ബാക്ക് ടു ദ വീഡിയോ. അടുത്തതായുള്ളത് മീനിങ് ഫുൾ ആക്ടിവിറ്റിയാണ്. അത് പ്രൊഡക്റ്റീവും അട്രാക്റ്റീവുമാകും. അതായത് ഈ ജോലികൾ ചെയ്യാൻ നിങ്ങൾക്ക് മറ്റുള്ളവ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ആക്ടിവിറ്റി ആളുകളുടെ പാഷനും ഇൻട്രസ്റ്റും അനുസരിച്ച് മാറും. അതായത് പല ആളുകൾക്കും മീനിങ് ഫുൾ ആക്ടിവിറ്റി പലതായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പഠിക്കുന്നത്, ഫോട്ടോസ് എടുക്കുന്നത്, നിങ്ങൾക്കറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത്, ധാരാളം ബുക്കുകൾ വായിക്കുന്നത്, ബിസിനസ് വളർത്താനായി ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്, അങ്ങനെ മീനിങ് ഫുൾ ആക്ടിവിറ്റികൾ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ലൈഫ് പിന്നെയും ബെറ്റർ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. സോ നമ്മൾ ഇനി മുതൽ ഒരു ജോലി ചെയ്യാനായി തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം അത് ഈ 4 കാറ്റഗറിയിൽ ഏതിലാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യാനായി തുടങ്ങുക. അടുത്തതായി ലോ സ്റ്റിമുലേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അധികമായിട്ട് ഡിസ്ട്രാക്റ്റ് ആകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ കാരണമാണെന്നല്ലേ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇതിന് കാരണം അതൊന്നുമല്ല. നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കുകയും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമുക്ക് സ്വയം അറിയാവുന്ന ചില ശീലങ്ങളില്ലേ? അങ്ങനെയുള്ള ജോലികൾ സ്ഥിരമായി ചെയ്യുന്നത് മൂലം നമ്മുടെ തലച്ചോർ ഓവർ സ്റ്റിമുലേഷൻ എന്ന അവസ്ഥയിൽ എത്തിപ്പെടും. ഇത് തന്നെയാണ് നമുക്ക് ശ്രദ്ധ നഷ്ടമാകാനുള്ള കാരണവും. അതുപോലെ തന്നെ നോവൽറ്റി ബയസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും വന്നാൽ അത് ബെറ്റർ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. ഉദാഹരണത്തിന് വിപണിയിലേക്ക് പുതിയതായി ഒരു സ്മാർട്ട് ഫോൺ വന്നു എന്ന് കരുതുക. എന്നാൽ നമ്മുടെ ആവശ്യത്തിന് 2 വർഷം മുമ്പുള്ള ഫോൺ തന്നെ മതിയായിരിക്കും. അത് വാങ്ങുകയാണെങ്കിൽ ധാരാളം പൈസയും ലാഭിക്കാൻ കഴിയും. എന്നാൽ പുതിയതായി വന്ന ഫോൺ വാങ്ങാനായിരിക്കും നമ്മൾ നോക്കുക. ഈ ഒരു അവസ്ഥയാണ് നോവൽറ്റി ബയസ് എന്ന് പറയുന്നത്. പുതിയതായി എന്തൊക്കെയുണ്ട് എന്നറിയാനുള്ള നമുക്കുള്ളിലെ ആ ആഗ്രഹത്തെ അല്ലെങ്കിൽ ആകാംക്ഷയെ കൂടുതലായി വളർത്തി വലുതാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി ആർക്കെങ്കിലും മെസ്സേജ് അയച്ചതിന് ശേഷമോ അവരുടെ റിപ്ലൈ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷൻ എന്നിങ്ങനെ അതിൽ പുതിയതായി എന്തെങ്കിലും വന്നോ എന്നറിയാൻ നമുക്ക് കൂടുതൽ ആകാംക്ഷയാകും. ഇത് നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആകുന്നതും. ഇങ്ങനെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആകുന്നത് അകറ്റാൻ ഈ ബുക്കിൻ്റെ ഓഥർ ഒരു സജഷൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ജോലി തിരഞ്ഞെടുത്ത് അത് എങ്ങനെയെങ്കിലും മെനക്കെട്ട് പൂർത്തിയാക്കണം. അപ്പോൾ നമുക്ക് ബോറിംഗ് ആയ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റിമുലേഷൻ നമുക്ക് തന്നെ സ്വയം കുറയ്ക്കുവാൻ സാധിക്കും. അറ്റൻഷൻ സ്പാൻ കുറയുന്നതും, അതായത് ഒരു കാര്യത്തിൽ ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുന്ന സമയം കുറയുന്നതും ഓവർ സ്റ്റിമുലേഷൻ മൂലമാണ്. അതുകൊണ്ട് ഈ സ്റ്റിമുലേഷൻ കുറയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫോഴ്സ് ചെയ്ത് ഫോക്കസ് കൊടുത്താൽ ആ പർട്ടിക്കുലർ കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ കഴിയുന്ന സമയവും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇൻക്രീസ് അറ്റൻഷൻ സ്പേസ്, അതായത് അറ്റൻഷൻ സ്പേസ് കൂട്ടുക. നമ്മുടെ ബ്രെയിനിന് ഒരു സെക്കൻഡിൽ 11 ബില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനെ ക്യാപ്ചർ ചെയ്യാൻ കഴിയും. എന്നാൽ അതിൽ നിന്നും വെറും 40 ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനെ മാത്രമേ ഒരു സമയം പ്രോസസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സ്പേസ് വളരെയധികം കുറവാണ്. ഇതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമായി സ്മാർട്ട് ഫോണുകൾ എടുക്കാം. സ്മാർട്ട് ഫോണുകളിലുള്ള റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി നമുക്കെല്ലാം പരിചിതമല്ലേ? അത് കൂടുതലുള്ള ഫോണുകളിൽ ഹെവി ആയുള്ള ആപ്പുകളും ഗെയിമുകളും എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും. എന്നാൽ ഇത് കുറവാണെങ്കിൽ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ആപ്പുകളൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. മാത്രമല്ല അങ്ങനെ ചെയ്താൽ ഫോൺ കൂടുതൽ സ്ലോ ആകാനും ലാഗ് അനുഭവപ്പെടാനും തുടങ്ങും.
എന്നാൽ ഈ പറഞ്ഞ അറ്റൻഷൻ സ്പേസ് ഏകദേശം 58% ഒരു സാധാരണ ജോലി ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് കൂട്ടാൻ സാധിക്കും. യെസ്, 58% തന്നെ. ഈ ജോലി നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ളതൊക്കെ തന്നെയാണ്. എന്നാൽ കൃത്യമായി അതിൻ്റെ രീതിയിലല്ല ചെയ്യുന്നതെന്ന് മാത്രം. ആ ജോലിയുടെ പേര് ഉറക്കം എന്നാണ്. നമ്മൾ എത്ര നേരം ബെഡിൽ കിടക്കുന്നു എന്നല്ല, എത്ര നേരം നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുന്നു എന്നതിലാണ് കാര്യം. സ്ലീപ്പ് സൈക്കിളിൽ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ റിലാക്സ് ആകുന്ന ഒരു അവസ്ഥ വരും. അത് കഴിഞ്ഞ് ഉറക്കത്തിൻ്റെ ഒരു ഘട്ടം വരും. അതും കഴിഞ്ഞാണ് ഡീപ്പ് സ്ലീപ്പ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. എന്നാൽ ഉറക്കത്തിൻ്റെ തുടക്കഘട്ടങ്ങൾ, അതായത് പ്രാരംഭഘട്ടങ്ങൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്താൽ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ മൂലമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അതിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയം കുറയും. നമ്മളിൽ പലരും കൃത്യമായി ഒരു സമയം സെറ്റ് ചെയ്ത് ഉറങ്ങുന്നവരാകും. എന്നാൽ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ കരുതുന്നത് പോലെയുള്ള ഉറക്കമാകില്ല നമുക്ക് ലഭിക്കുന്നത്. ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി നിർത്തിയിട്ട് കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ അറ്റൻഷൻ സ്പേസ് 58% ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അറ്റൻഷൻ സ്പേസ് കൂട്ടുകയാണെങ്കിൽ ലഭിക്കുന്ന ഇൻഫർമേഷനൊക്കെ കൃത്യമായി തന്നെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് തരികയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റീവായി ഇരിക്കണം, നിറയെ ഐഡിയ വേണം, എല്ലാത്തിനും എളുപ്പം സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയണം എന്നൊക്കെയാണെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ ധാരാളമായി ഹൈപ്പർ ഫോക്കസ്ഡായി ഇരുന്നാൽ മാത്രം ഇതൊന്നും ലഭിക്കുകയില്ല. അതിനു പകരം സ്കാറ്റർ ഫോക്കസ് എന്ന മെത്തേഡ് ഫോളോ ചെയ്യണം. ഇത് വളരെ സിമ്പിളായുള്ള ഒരു മെത്തേഡാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ധാരാളമായി ചിന്തിച്ചു കൂട്ടിയാൽ അതിനെപ്പറ്റി ഒരു ഐഡിയ പോലും ലഭിക്കണമെന്നില്ല. പക്ഷേ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് പുതിയ ഐഡിയകൾ ലഭിക്കും. ഇത് പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്നാകും. ന്യൂട്ടൺ ആപ്പിൾ മരങ്ങളുടെ കീഴിലിരിക്കുന്ന സമയം അതിൽ നിന്നും ഒരു ആപ്പിൾ വീണു. അത് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം അത്രയും നാൾ നടത്തിയ പഠനങ്ങളും റിസർച്ചുകളും ചിന്തകളും എല്ലാം പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഗ്രാവിറ്റി തിയറി ഡെവലപ്പ് ആക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇനി ഈ സ്കാറ്റർ ഫോക്കസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കിയാൽ അതും എളുപ്പമാണ്. മൈൻഡ്ലെസ് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ അധികം ശ്രദ്ധ വേണ്ടാത്ത പരിപാടികൾ വേറൊന്നും ചിന്തിക്കാതെ മനസ്സിനെ റിലാക്സ് ആക്കിക്കൊണ്ട് കുറച്ചു നേരം ചെയ്താൽ മതി. ഈ സമയം നമ്മുടെ തലച്ചോർ നിരവധി കാര്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും പലതരം ഡോട്ടുകൾ പരസ്പരം കണക്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ട ഐഡിയ നൽകുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് അറ്റൻഷൻ സ്പേസ് കൂട്ടുകയും ഓവർ സ്റ്റിമുലേഷൻ കൺട്രോൾ ചെയ്ത് കുറയ്ക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ജോലിയിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഏർപ്പെടുമ്പോൾ മൈൻഡ്ഫുൾനെസ്സും ഫോക്കസും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈസിയായി തന്നെ ലഭിക്കും. ഇനി ഇതൊന്നും ചെയ്യാതെ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യൂ. അത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഫോക്കസ് ചെയ്യാൻ ഈസിയായി സാധിക്കും. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള രജിസ്ട്രേഷൻ ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, രജിസ്റ്റർ നൗ. ഞാൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം ചെക്ക് ചെയ്ത് നമ്മളുടെ ടീമിനെ കൊണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യിപ്പിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. നന്ദി.